2026 ജനുവരി 5 തിങ്കളാഴ്ച ന്യൂയോർക്ക് സിറ്റിയിൽ നടന്ന യുഎൻ സുരക്ഷാ കൗൺസിലിന്റെ അടിയന്തര യോഗത്തിൽ യുഎൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക് പ്രസിഡന്റും കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഡയറക്ടർ ഓഫ് ദ സെന്റർ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും ആയ ജെഫ്രി ഡി സാക്സിന്റെ സ്പീച്ച് ഇപ്രകാരമായിരുന്നു. ഇന്ന് കൗൺസിലിന് മുന്നിലുള്ള വിഷയം വെനസ്വേല സർക്കാരിന്റെ സ്വഭാവമല്ല, ബലപ്രയോഗത്തിലൂടെയോ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ചോ ഏതെങ്കിലും അംഗരാജ്യത്തിന് വെനസ്വേലയുടെ രാഷ്ട്രീയ ഭാവി നിർണയിക്കാനോ അതിന്റെ കാര്യങ്ങളിൽ നിയന്ത്രണം പ്രയോഗിക്കാനോ അവകാശമുണ്ടോ എന്നതാണ് പ്രശ്നം. ഈ ചോദ്യം ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിന്റെ ആർട്ടിക്കിൾ 2.4 നേരിട്ട് പോകുന്നു. അത് ഏതെങ്കിലും സ്റ്റേറ്റിന്റെ പ്രാദേശിക സമഗ്രതയ്ക്കോ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനോ എതിരായ ഭീഷണിയോ ബലപ്രയോഗമോ നിരോധിക്കുന്നു. ആ നിരോധനം പാലിക്കണോ ഉപേക്ഷിക്കണോ എന്ന് കൗൺസിൽ തീരുമാനിക്കണം. അത് ഉപേക്ഷിക്കുന്നത് ഏറ്റവും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. 1947 മുതൽ മറ്റു രാജ്യങ്ങളിൽ ഭരണമാറ്റം വരുത്തുന്നതിനായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വിദേശ നയം ആവർത്തിച്ച് ബലപ്രയോഗം, രഹസ്യ നടപടി, രാഷ്ട്രീയ കൃത്രിമത്വം എന്നിവ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ശ്രദ്ധാപൂർവം രേഖപ്പെടുത്തിയ ചരിത്ര രേഖകളുടെ കാര്യമാണ്. 1947 1989 ഇടയിൽ മാത്രം 70 തവണ യുഎസ് ഭരണമാറ്റ പ്രവർത്തനങ്ങൾക്ക് ശ്രമിച്ചതായി രാഷ്ട്രീയ ശാസ്ത്രജ്ഞനായ ലിൻസെ ഒ റൂർക്ക് തന്റെ പുസ്തകമായ കവേർട്ട് റെജിം ചേഞ്ച് 2018 പബ്ലിഷ് ചെയ്യപ്പെട്ട ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു. ശീതയുദ്ധത്തോടെ ഈ രീതികൾ അവസാനിച്ചില്ല. 1989 മുതൽ സുരക്ഷാ കൗൺസിലിന്റെ അനുമതിയില്ലാതെ നടത്തിയ പ്രധാന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഭരണമാറ്റ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പരിണിതഫലമായി ഇറാഖ് 2003, ലിബിയ 2011, സിറിയ 2011 മുതൽ, ഹോണ്ടുറാസ് 2009, യുക്രൈൻ 2014, വെനസ്വേല 2002 മുതൽ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്നു. ഉപയോഗിക്കുന്ന രീതികൾ നന്നായി സ്ഥാപിതവും നന്നായി രേഖപ്പെടുത്തിയതുമാണ്. അവയിൽ തുറന്ന യുദ്ധം, രഹസ്യ ഇന്റലിജൻസ് പ്രവർത്തനങ്ങൾ, അശാന്തിക്ക് പ്രേരിപ്പിക്കൽ, സായുധ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ, ബഹുജന സാമൂഹിക മാധ്യമങ്ങളുടെ കൃത്രിമത്വം, സൈനിക സിവിലിയൻ ഉദ്യോഗസ്ഥരുടെ കൈക്കൂലി, ലക്ഷ്യമിട്ട കൊലപാതകങ്ങൾ, വ്യാജമായ പ്രവർത്തനങ്ങൾ, സിവിലിയൻ ജീവിതം തകർക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സാമ്പത്തിക യുദ്ധം. ഈ നടപടികൾ യുഎൻ ചാർട്ടർ പ്രകാരം നിയമവിരുദ്ധമാണ്. അവ സാധാരണയായി തുടർച്ചയായ അക്രമം, മാരകമായ സംഘർഷം, രാഷ്ട്രീയ അസ്ഥിരത, സിവിലിയൻ ജനതയുടെ ആഴത്തിലുള്ള കഷ്ടപ്പാടുകൾ എന്നിവയ്ക്ക് കാരണമാകുന്നു. വെനസ്വേലയുടെ കാര്യമെടുക്കാം. വെനസ്വേലയെ സംബന്ധിച്ച് സമീപകാല യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ റെക്കോർഡ് വ്യക്തമാണ്. 2002 ഏപ്രിലിൽ വെനസ്വേലൻ സർക്കാരിനെതിരെ ഒരു അട്ടിമറി ശ്രമം നടന്നതായി അമേരിക്ക അറിയുകയും അംഗീകരിക്കുകയും ചെയ്തു. 2010കളിൽ, പ്രത്യേകിച്ച് 2014 സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളിൽ സജീവമായി ഏർപ്പെട്ടിരുന്ന സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകൾക്ക് അമേരിക്ക ധനസഹായം നൽകി. സർക്കാർ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുമ്പോൾ യുഎസ് നിരവധി ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. 2015 പ്രസിഡന്റ് ബറാക് ഒബാമ വെനസ്വേലയെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ദേശീയ സുരക്ഷയ്ക്കും വിദേശ നയത്തിനും അസാധാരണവുമായ ഭീഷണിയായി പ്രഖ്യാപിച്ചു. 2017 യുഎൻ ജനറൽ അസംബ്ലിയുടെ അരികിൽ ലാറ്റിൻ അമേരിക്കൻ നേതാക്കളുമായി ഒരു അത്താഴ വിരുന്നിൽ പ്രസിഡന്റ് ട്രംപ് സർക്കാരിനെ അട്ടിമറിക്കാൻ വെനസ്വേലയെ ആക്രമിക്കാനുള്ള യുഎസ് ഓപ്ഷനെക്കുറിച്ച് തുറന്ന് ചർച്ച ചെയ്യുകയും ചെയ്തു. 2017 മുതൽ 2020 വരെ യുഎസ് സംസ്ഥാന എണ്ണ കമ്പനിക്ക് മേൽ വ്യാപകമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. 2016 മുതൽ 2020 വരെ എണ്ണ ഉൽപാദനം 75% കുറഞ്ഞു. യഥാർത്ഥ പ്രതിശീർഷ GDP 62% കുറഞ്ഞു. ഇത്തരം ഏകപക്ഷീയമായ നിർബന്ധിത നടപടികൾക്കെതിരെ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ആവർത്തിച്ച് വോട്ട് ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര നിയമപ്രകാരം സുരക്ഷാ കൗൺസിലിന് മാത്രമേ അത്തരം ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ അധികാരമുള്ളൂ. 2019 ജനുവരി 23 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏകപക്ഷീയമായി ജുവാൻ ഗ്വൈഡോയെ വെനസ്വേലയുടെ ഇടക്കാല പ്രസിഡന്റായി അംഗീകരിക്കുകയും 2019 ജനുവരി 28 വിദേശത്ത് സൂക്ഷിച്ചിരുന്ന ഏകദേശം $7 ബില്യൺ വെനസ്വേലൻ പരമാധികാര ആസ്തികൾ മരവിപ്പിക്കുകയും ഗ്വൈഡോയ്ക്ക് ചില ആസ്തികളുടെ മേൽ അധികാരം
നൽകുകയും ചെയ്തു. 2 പതിറ്റാണ്ടിലേറെ നീണ്ടുനിൽക്കുന്ന തുടർച്ചയായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഭരണമാറ്റ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ നടപടികൾ. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ സമീപകാല ആഗോള വർധനവ്. കഴിഞ്ഞ വർഷം 7 രാജ്യങ്ങളിൽ അമേരിക്ക ബോംബിംഗ് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവയൊന്നും സുരക്ഷാ കൗൺസിൽ അംഗീകരിച്ചിട്ടില്ല. അവയൊന്നും ചാർട്ടറിന് കീഴിൽ നിയമപരമായ സ്വയം പ്രതിരോധത്തിനായി നടത്തിയിട്ടില്ല. ലക്ഷ്യമിട്ട രാജ്യങ്ങളിൽ ഇറാൻ, ഇറാഖ്, നൈജീരിയ, സൊമാലിയ, സിറിയ, യമൻ, ഇപ്പോൾ വെനസ്വേല എന്നിവ ഉൾപ്പെടുന്നു. കഴിഞ്ഞ ഒരു മാസത്തിൽ കൊളംബിയ, ഡെൻമാർക്ക്, ഇറാൻ, മെക്സിക്കോ, നൈജീരിയ, തീർച്ചയായും വെനസ്വേല എന്നിവയുൾപ്പെടെ കുറഞ്ഞത് 6 UN അംഗരാജ്യങ്ങൾക്കെതിരെ പ്രസിഡന്റ് ട്രംപ് നേരിട്ടുള്ള ഭീഷണികൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ ഭീഷണികൾ ഈ പ്രസ്താവനയുടെ അനുബന്ധം 1-ൽ സംഗ്രഹിച്ചിരിക്കുന്നു. ഇന്ന് എന്താണ് അപകടത്തിലായിരിക്കുന്നത്? നിക്കോളസ് മഡൂരോയെ വിധിക്കാൻ കൗൺസിൽ അംഗങ്ങളെ വിളിക്കുന്നില്ല. അടുത്തിടെ നടന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആക്രമണവും വെനസ്വേലയിലെ നാവിക ക്വാറന്റൈനും സ്വാതന്ത്ര്യത്തിലോ അധിനിവേശത്തിലോ കലാശിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്താൻ അവരെ വിളിക്കുന്നില്ല. അന്താരാഷ്ട്ര നിയമത്തെ, പ്രത്യേകിച്ച് ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിനെ പ്രതിരോധിക്കാൻ കൗൺസിൽ അംഗങ്ങളെ വിളിക്കുന്നു. ജോൺ മിയർ ഷൈമർ ഏറ്റവും മികച്ച രീതിയിൽ ആവിഷ്കരിച്ച അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ റിയലിസ്റ്റ് സ്കൂൾ അന്താരാഷ്ട്ര അരാജകത്വത്തിന്റെ അവസ്ഥയെ മഹാശക്തി രാഷ്ട്രീയത്തിന്റെ ദുരന്തം എന്ന് കൃത്യമായി വിവരിക്കുന്നു. അതിനാൽ റിയലിസം സമാധാനത്തിനുള്ള പരിഹാരമല്ല, ഭൗമരാഷ്ട്രീയത്തിന്റെ വിവരണമാണ്. അന്താരാഷ്ട്ര അരാജകത്വം ദുരന്തത്തിലേക്ക് നയിക്കുന്നു എന്നതാണ് അതിന്റെ സ്വന്തം നിഗമനം. 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം അന്താരാഷ്ട്ര നിയമം പ്രയോഗിച്ചുകൊണ്ട് ദുരന്തം അവസാനിപ്പിക്കുന്നതിനാണ് ലീഗ് ഓഫ് നേഷൻസ് സൃഷ്ടിക്കപ്പെട്ടത്. എന്നിട്ടും 1930-കളിൽ ലോകത്തിലെ മുൻനിര രാജ്യങ്ങൾ അന്താരാഷ്ട്ര നിയമം സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു. ഇത് പുതിയ ആഗോള യുദ്ധത്തിലേക്ക് നയിച്ചു. അന്താരാഷ്ട്ര നിയമത്തെ അരാജകത്വത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കാനുള്ള മനുഷ്യരാശിയുടെ രണ്ടാമത്തെ വലിയ ശ്രമമായാണ് ഐക്യരാഷ്ട്രസഭ ആ ദുരന്തങ്ങളിൽ നിന്ന് കരകയറിയത്. ചാർട്ടറിന്റെ വാക്കുകളിൽ, നമ്മുടെ ജീവിതകാലത്ത് 2 തവണ മനുഷ്യരാശിക്ക് പറഞ്ഞറിയിക്കാനാവാത്ത ദുഃഖം കൊണ്ടുവന്ന യുദ്ധത്തിന്റെ വിപത്തിൽ നിന്ന് തുടർന്നുള്ള തലമുറകളെ രക്ഷിക്കുന്നതിനാണ് UN സൃഷ്ടിക്കപ്പെട്ടത്. നമ്മൾ ആണവയുഗത്തിലായതിനാൽ പരാജയം ആവർത്തിക്കാൻ കഴിയില്ല. മനുഷ്യത്വം നശിക്കും. 3ാമത്തെ അവസരം ഉണ്ടാകില്ല. സുരക്ഷാ കൗൺസിലിന്റെ ആവശ്യമായ നടപടികൾ. ചാർട്ടറിന് കീഴിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിന് സുരക്ഷാ കൗൺസിൽ ഉടൻ തന്നെ ഇനി പറയുന്ന നടപടികൾ സ്വീകരിക്കണം. വെനസ്വേലയ്ക്കെതിരെ എല്ലാ വ്യക്തവും പരോക്ഷവുമായ ഭീഷണികളിൽ നിന്നോ ബലപ്രയോഗത്തിൽ നിന്നും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉടൻ തന്നെ നിർത്തുകയും വിട്ടുനിൽക്കുകയും ചെയ്യണം. 2. സുരക്ഷാ കൗൺസിലിന്റെ അനുമതിയില്ലാതെ ഏറ്റെടുക്കുന്ന നാവിക ക്വാറന്റൈനും ബന്ധപ്പെട്ട എല്ലാ നിർബന്ധിത സൈനിക നടപടികളും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉടൻ അവസാനിപ്പിക്കണം. 3. വെനസ്വേലയ്ക്കുള്ളിലും ചുറ്റളവിലും നിന്ന് ഇന്റലിജൻസ്, നാവിക, വ്യോമ നിർബന്ധിത ആവശ്യങ്ങൾക്കായി സ്ഥാപിച്ചിരിക്കുന്ന അസറ്റ്സ്, സൈനിക സേന ഇവരെ പിൻവലിക്കണം. 4. വെനസ്വേല UN ചാർട്ടറും മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യാവകാശങ്ങളും പാലിക്കപ്പെടണം. 5. സെക്രട്ടറി ജനറൽ ഉടൻ തന്നെ ഒരു പ്രത്യേക ദൂതനെ നിയമിക്കണം. ബന്ധപ്പെട്ട വെനസ്വേലൻ അന്താരാഷ്ട്ര പങ്കാളികളുമായി ഇടപഴകാനും ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിന് അനുസൃതമായ ശുപാർശകൾ 14 ദിവസത്തിനുള്ളിൽ സുരക്ഷാ കൗൺസിലിന് റിപ്പോർട്ട് ചെയ്യാനും ചുമതലപ്പെടുത്തണം. കൂടാതെ സുരക്ഷാ കൗൺസിൽ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം. ചാർട്ടറിന് കർശനമായി അനുസൃതമായി സുരക്ഷാ കൗൺസിലിന്റെ അധികാരത്തിന് പുറത്തു നടക്കുന്ന ഏകപക്ഷീയമായ ഭീഷണികൾ, നിർബന്ധിത നടപടികൾ അല്ലെങ്കിൽ സായുധ നടപടികൾ എന്നിവയിൽ നിന്ന് എല്ലാം അംഗരാജ്യങ്ങൾ വിട്ടുനിൽക്കണം. ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ അന്താരാഷ്ട്ര നിയമത്തിന്റെ ഒരു ജീവനുള്ള ഉപകരണമായി തുടരുമോ അതോ അപ്രസക്തമായി വാടിപ്പോകാൻ അനുവദിക്കപ്പെടുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും സമാധാനവും മാനവരാശിയുടെ നിലനിൽപ്പും. ഇതാണ് കൗൺസിലിന് മുന്നിലുള്ള ചോയ്സ് എന്നാണ് ജെഫ്രി ഡി സാക്സ് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്.